തുടക്കത്തിൽ തന്നെ ചൂടേറിയ ചർച്ചയിലേക്കാണ് പോയിരിക്കുന്നത്. എന്താണ് ഇനി നടപടികൾ? ഇപ്പോൾ ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ചൊരു വോട്ടെടുപ്പാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ നടന്നത്. ആ വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തത് ചർച്ചയ്ക്ക് എടുക്കാം എന്നത് തന്നെയാണ്. പക്ഷേ ബിൽ ചർച്ചയ്ക്ക് പോലും എടുക്കരുത് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. അതിന്റെ കാരണങ്ങൾ വിവിധ പാർട്ടികൾ എണ്ണി പറയുന്നുണ്ട്. ഫെഡറലിസത്തെ തകർക്കുന്ന നിലപാടാണ് ഇത് എന്ന് അസദുദ്ദീൻ ഒവൈസിയും CPM-ഉം അതോടൊപ്പം തന്നെ DMK-യും പറയുന്നുണ്ട്. കൂടാതെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ പാർലമെന്റിനകത്ത്, അതായത് ലോക്സഭയിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനുമായുള്ള ഒരു വാക്കേറ്റം തന്നെയാണ്. കാരണം ബില്ല് അവതരിപ്പിക്കുകയോ അതിന്മേൽ ചർച്ച നടക്കുകയോ ചെയ്യാതെ എങ്ങനെയാണ് ഈ ബില്ല് ഇത്രയും ജനാധിപത്യ വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. അതേസമയം ഈ ബില്ലിൽ നൽകിയിട്ടുള്ള വ്യവസ്ഥകൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. നേരത്തെ ഏറ്റവും ആദ്യം സംസാരിച്ച KC വേണുഗോപാൽ മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസാരിച്ച അസദുദ്ദീൻ ഒവൈസി വരെ, K രാധാകൃഷ്ണൻ വരെയുള്ളവർ ഈ ബില്ലിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ ഇതിനെയെല്ലാം തികഞ്ഞ ഒരു നിഷേധ ഭാവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. ഇതിൽ വനിതാ ബില്ല് നടപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഈ ബില്ലുകൾ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഭരണപക്ഷം. എന്തായാലും ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളില്ല. ബില്ല് ചർച്ചയ്ക്കെടുക്കാം. പക്ഷേ ബില്ല് ചർച്ചയ്ക്കെടുത്താൽ തന്നെയും 3/2 ഭൂരിപക്ഷം ഇല്ലാതെ ഒരിക്കൽ പോലും ഈ ബില്ല് ലോക്സഭയിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയില്ല. അപ്പോൾ ഈ ബില്ലിലുള്ള ചർച്ചയാണ് ഇനി ഉണ്ടാവുക. നേരത്തെ ഈ ബില്ലിന്റെ അവതരണാനുമതി തേടിക്കൊണ്ട് കേന്ദ്രമന്ത്രി സംസാരിച്ചതിന് പിന്നാലെ ബില്ലിൽ ആമുഖമായി സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അവതരണത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് ആർക്കും തന്നെ തങ്ങളുടെ സംസാരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം സംസാരിക്കാൻ അവസരം നൽകണമെങ്കിൽ ഈ ബില്ലിന്മേൽ ചർച്ച നടക്കേണ്ടതുണ്ട് എന്ന നിലപാട്, കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാട് തന്നെയാണ് സ്പീക്കർ ഓം ബിർളയും ആവർത്തിച്ച് സ്വീകരിച്ചത്. എന്തായാലും ബില്ലിന്മേൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കരുതെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേസമയം ബില്ല് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്ത് ഈ ബില്ല് പാസാക്കിയെടുത്ത് വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ MP മാരും.